ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലിമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള എക്സ്പ്ലോഷൻ ബോക്സ് ആണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലോഷൻ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 27 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പേപ്പറും അതുപോലെ തന്നെ 24 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പേപ്പറും, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് പ്രിൻറ്റഡ് പേപ്പറാണ്. അത് 13.5 സെൻറ്റിമീറ്ററിലുള്ള ഒരു സ്ക്വയർ പേപ്പറുമാണ് എടുത്തിട്ടുള്ളത്. 3 സ്ക്വയർ പേപ്പേഴ്സ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് 27 സെൻറ്റിമീറ്ററിൻ്റെ പേപ്പറാണ്. ആ ഒരു സ്ക്വയർ പേപ്പറിന് നമ്മൾ 9 സെൻറ്റിമീറ്ററിലും അതുപോലെ തന്നെ 18 സെൻറ്റിമീറ്ററിലും ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കോറിംഗ് ബോർഡ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു സൈഡ് ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാതും ഓരോ സ്ക്വയർ ഷേപ്പിലുള്ള കള്ളികളായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ഒരു കോർണറിലുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാ സൈഡും കോർണേഴ്സും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ പിങ്ക് പേപ്പർ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് 24 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 24 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ പേപ്പർ ആകുമ്പോൾ നമുക്ക് 8 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ സ്കോർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ 8 സെൻറ്റിമീറ്ററിൽ സ്കോർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 16 സെൻറ്റിമീറ്ററിൽ സ്കോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ 2 സൈഡ് സ്കോർ ചെയ്തതിന് ശേഷം കോർണേഴ്സ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ 2 പേപ്പേഴ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ അടപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 13.5 സെൻറ്റിമീറ്ററിലുള്ള ഒരു സ്ക്വയർ പേപ്പറാണ്. അതിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ഇതുപോലെ താഴേന്ന് മുകളിലേക്കായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എല്ലാ അറ്റവും ഒന്ന് യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ സൈഡിൽ നിന്നും അറ്റത്തുനിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ അവിടെ നിന്ന് മടക്കി കൊടുക്കുന്നതിന് പകരമായിട്ടൊന്ന് സ്കോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മടക്കി കൊടുത്താലും മതി. അപ്പോൾ ഒന്ന് നീറ്റായി കിട്ടാനാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്കോർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമ്മൾ 2 പേപ്പറും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ബ്ലൂ കളറിലുള്ള പേപ്പറിൽ നമ്മൾ ഫോട്ടോസ് ഒട്ടിച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരുമായിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അത് പ്രിൻ്റ് എടുത്താൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മെസ്സേജസൊക്കെ എഴുതി കൊടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ മുകളിലൂടെ മെസ്സേജസ് എഴുതിയ പേപ്പേഴ്സ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പേഴ്സ് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത്, ഈ കോർണേഴ്സിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടുള്ള ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജസ്റ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ കവറാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. കവർ സിമ്പിളായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് 2 കിളികളുടെ ഫോട്ടോ ആണ്. അത് നമ്മൾ പ്രിൻറ്റഡ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ആ ഒരു തീമിന് മാച്ച് ചെയ്യുന്നതാണ്. പിന്നെ ഇതുപോലെ സ്റ്റിക്കറും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് പേന വെച്ച് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഒരു ഗോൾഡൻ ഷീറ്റും കൂടെ ഒട്ടിച്ച് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. താങ്ക്